ഞാനൊരു ദിവസം ബസ്സിൽ യാത്ര ചെയ്യാണ്. അപ്പൊ ഒരു ചെറുപ്പക്കാരന്റെ അസ്മാവുൽ ബദർ മഹല്ലത്തുൽ ബദരിന്റെ വൈദ്യയിൽ നിന്ന് ബസ് നിന്ന് ഞാൻ മെല്ലെ ഇയാളോട് മെല്ലെ അയാളെ അടുത്ത സീറ്റിലാണ് ഞാൻ ഇരുന്നത്. ഞാൻ വളാഞ്ചേരിക്ക് യാത്ര ചെയ്യുന്നു. ഈ ചെറുപ്പക്കാരൻ ബാഗിൽ നിന്ന് മഹല്ലത്തുൽ ബദരിയുടെ അസ്മാവുൽ ബദർ ദിക്ർ ഇങ്ങനെ ബൈത്തിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ചെല്ലുമ്പോ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചില്ല. ചൊല്ലിക്കഴിഞ്ഞ അദ്ദേഹം എന്റെ കൈ പിടിച്ചു. നിങ്ങൾ മടവൂരിലുള്ള അഹ്സൻ ഉസ്താദാണോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്താണ് നിങ്ങൾ ഇപ്പം മഹല്ലത്തുൽ ബദരിയയിലെ ബൈത്ത് ചൊല്ലിയത്? ഇത് സുലൈമാൻ ഉസ്താദ് എന്നും ചെല്ലാൻ നിർദ്ദേശിച്ചതാണ്. മാസത്തിൽ ഒരിക്കൽ നമ്മൾ ഈ ഏടെടുക്കുന്നുവെങ്കിൽ ഇത് ബാഗിൽ കൊണ്ടു നടക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. ഒരു ദിവസം ഷൊർണൂരിൽ നിന്ന് ഇങ്ങോട്ട് പോരുകയാണ്. അപ്പൊ ഈ മെഡിക്കൽ കോളേജ് പരിസരത്തുള്ള ഒരു ടീച്ചറും മകനും ഫ്ലാറ്റിൽ വെച്ച് പരിചയപ്പെട്ടു. ട്രെയിനിൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഷൊർണൂർ വെച്ചിട്ട് പരിചയപ്പെട്ടപ്പോ അവർ ഈ മെഡിക്കൽ കോളേജിന്റെ പരിസരത്താണ്. ആ വരാനിരിക്കുന്ന ട്രെയിനിന്റെ ഡ്രൈവർ എന്ന് വേണമെങ്കിൽ പറയാം ഈ പെണ്ണിന്റെ ഭർത്താവാണ്. മെഡിക്കൽ കോളേജ് റഹ്മാനിയ സ്കൂളിൽ അധ്യാപികയായ ടീച്ചറാണ്. ഒരു മുസ്ലിം ടീച്ചറാണ്, സുന്നത്തിയമായത്തുള്ള ടീച്ചറാണ്. ഏതായാലും ട്രെയിൻ കയറി. എന്റെ സീറ്റും എന്റെ ഭർത്തും ഇവരുടെ ഭർത്തും ഏതാണ്ട് ഒരടുത്താണ്. ആ മകൻ എന്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ ചോദിച്ചു, ഉമ്മ എവിടെ പോയി? ഉമ്മ അപ്പുറത്തിരിക്കുന്നുണ്ട്. ഇനി കോഴിക്കോട് എത്തോടും ഉമ്മ ആരോടും കൊണ്ടുപോയില്ല. എന്താ ഉമ്മന്റെ പരിപാടി? മഗ്‌രിബ് ഇശാഇന്റെ ഇടയിലാണ്. ഉമ്മക്ക് അസ്മാവുൽ ഈ മഹല്ലത്തുൽ ബദരിയ ബൈത്ത് ഒന്നും ചൊല്ലണം, അതിലുള്ള ദിക്ർ ഒന്നും ചൊല്ലണം, എന്നാലേ ഉമ്മക്ക് റാഹത്താവും. അപ്പൊ മഗ്‌രിബ് ഇശാവും അത് ഞങ്ങൾ ജമാഅത്ത് നിസ്കരിച്ച് കയറിയതാണ്. പറഞ്ഞ പോലെ കോഴിക്കോട് എത്തിയിട്ട പ്രിയപ്പെട്ട മകൻ ഉമ്മയെ വിളിക്കാൻ പോകുമ്പോ ഞാൻ അന്തം വിട്ടു നിന്നുപോയി. ആ പ്രിയപ്പെട്ട സഹോദരി കോഴിക്കോട് എത്തിയത് അറിയുന്നത് മകൻ വിളിച്ചപ്പോഴാണ്. ആ സമയത്ത് ആ പെണ്ണിന്റെ കയ്യിൽ ഒരു സ്കൂൾ അധ്യാപികയാണ്, ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ്, ബോട്ടണിക് അധ്യാപികയാണ്, ഒരു അറബി മുൻഷി പെണ്ണൊന്നും അല്ല. തരംതായിട്ട് പറയല്ല. ഭൗതിക മേഖലയിൽ എത്ര ഉയർന്നാലും അത് ആത്മീയതക്കൊരു കോട്ടം വരികയില്ല. അവസാനം ആ പൊന്നു മോനോട് ഞാൻ ചോദിച്ചു, നിന്റെ ഉമ്മാക്ക് ഇത്രയും വലിയൊരു മോട്ടിവേറ്റ് കിട്ടിയത് എന്താണ്? എന്റെ ബാപ്പ പഴയ ഒരു പണ്ഡിതന്റെ മകനാണ്. പഴയ ഒരു പണ്ഡിതന്റെ മകനാണ്. ആ പാരമ്പര്യം ഞങ്ങൾ നിലനിർത്തുകയാണ്. അൽഹംദുലില്ലാഹ്. ഇതൊക്കെ കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ്. ദുആ വസിയത്ത് ചെയ്ത് കോഴിക്കോട് നിന്ന് പറഞ്ഞു പിരിയുമ്പോ വീണ്ടും